നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ കർക്കടക മാസ ഫലങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1199 കർക്കടക മാസം. ഈ വീഡിയോയിൽ നമ്മൾ മകം നക്ഷത്രം മുതൽ തൃക്കേട്ട നക്ഷത്രം വരെയുള്ള ഓരോ നക്ഷത്രത്തിലും ജനിച്ചവരുടെ കർക്കടക മാസത്തിലെ സാമാന്യ ഫലങ്ങൾ, പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്താണ് എന്നാണ് നോക്കുന്നത്. ആദ്യത്തേത് മകം നക്ഷത്രമാണ്. മകനക്ഷത്രം ചിങ്ങക്കൂറിലാണ് വരുന്നത്. ചിങ്ങക്കൂറിൻ്റെ 10ാം ഭാവത്തിൽ, അതായത് കർമ്മഭാവത്തിലാണ് ചൊവ്വയും വ്യാഴവും ചേർന്ന് സഞ്ചരിക്കുന്നത്. ഗുരു മംഗളയോഗത്തോടു കൂടി സഞ്ചരിക്കുന്നു. 8ലാണ് രാഹു സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാകുന്ന ഒരു കാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. പിന്നെ ശനിയാണെങ്കിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് 7ലുമാണ്. ചിങ്ങക്കൂറുകാരുടെ 7ലാണ് വക്രത്തിൽ ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ കണ്ടകശനിയാണ്. പക്ഷേ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ കുംഭക്കൂറിൽ സഞ്ചരിക്കുന്ന ശനി, കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനി ആയതുകൊണ്ടും വക്രത്തിലായതുകൊണ്ടും ചില ഗുണഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. പക്ഷേ സാമ്പത്തിക ഇടപാടിൽ വളരെ സൂക്ഷിക്കണം. കർമ്മഭാവത്തിൽ നിന്നുള്ള സമ്പത്ത് തടസ്സപ്പെടാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. 10ൽ വ്യാഴം എന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല. വ്യാഴ ശുഭഗ്രഹമാണെങ്കിലും 10ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അത്ര ഗുണകരമല്ല. അതുപോലെ 10ൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയവും അത്ര ഗുണകരമല്ല. പിന്നെ ചൊവ്വയും വ്യാഴവും ചേർന്നുള്ള ആ മംഗളയോഗം ഉള്ളതുകൊണ്ട്, ഗുരുമംഗള യോഗം വരുന്നത് കൊണ്ടുള്ള ചില ഗുണങ്ങൾ, വ്യാഴത്തിന് ഗുണം കുറയുന്നു, ചൊവ്വയുടെ ദോഷം കുറയുന്നു. അങ്ങനെ നമ്മൾ കണക്കാക്കിയാൽ കുറച്ച് ഫലങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ഈ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. കുട്ടികളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതാണ്. പക്ഷേ ആ വിവാഹം നമ്മൾ തീരുമാനിച്ചൊക്കെ വന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ചിലവുകളും നേരിടും. ഭാര്യാഭർത്താക്കന്മാർ 2 സ്ഥലത്തായിട്ട് താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. അതായത് ദാമ്പത്യത്തിൽ പിണക്കമുണ്ടാകണമെന്നില്ല, ഒരു പിരിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. പിന്നെ കേസുകളിലും വഴക്കുകളിലുമൊക്കെ കുറേ ഭാഗത്ത് ഫലങ്ങളുണ്ടാവും. അതായത് ഇപ്പം അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അനുകൂലമായിരിക്കും ഫലം. എന്നാൽ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ദോഷഫലങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിയുന്നതും കേസ്, വഴക്ക് തുടങ്ങിയവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നതാണ് മകനക്ഷത്രക്കാർക്ക് ഈ സമയത്ത് നല്ലത്. ഏജൻസി, കമ്മീഷൻ വ്യാപാരങ്ങളൊക്കെ വളരെ ലാഭകരമാകും. ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങിയവ ലാഭകരമാകും. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതാണ്. പക്ഷേ ഈ ചിലവാണ് സൂക്ഷിക്കേണ്ടത്. വരുമാനം കുറയുക എന്നുള്ളതിനേക്കാളേറെ ചിലവ് സൂക്ഷിക്കണം. അപവാദങ്ങൾ നേരിടാതെ നോക്കണം. അബദ്ധങ്ങൾ പറ്റാതെ നോക്കണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളോ ഭൂമി ഇടപാടുകളോ ഒക്കെ നടത്തുകയാണെങ്കിൽ എല്ലാ രേഖകളും പരിശോധിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ സംശയമുള്ള ഏതൊരു കാര്യത്തിലും വിദഗ്ധരുടെ ഉപദേശം തേടുന്നതും പതിവാക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അലസത ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ്. പിന്നെ ഉള്ളത് വിദേശ യാത്ര പോകാൻ യോഗമുണ്ട്. പക്ഷെ അവിടെയും ചിലവ് വർദ്ധിക്കും. വിദേശത്ത് നിന്ന് തിരിച്ചു വരുന്നവരെ സംബന്ധിച്ച് ഇവിടെ ജോലി കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുന്നതാണ്. സ്വന്തം ചുമതലകൾ പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അസുഖങ്ങൾ ചിലതൊക്കെ ഉണ്ടാകാനും അതുമൂലം ചിലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ആശുപത്രി സന്ദർശനം, അല്ലെങ്കിൽ ഡോക്ടറെ കാണുക, മരുന്ന് വാങ്ങിക്കുക, ചികിത്സ തേടുക, ഏറിയോ കുറഞ്ഞോ ജാതകത്തിൻ്റെ ബലം പോലെ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ചെറിയ തോതിലും മുറിവുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ വിദേശത്തേക്ക് പോവുകയാണെങ്കിലും അതിനുള്ള സാമ്പത്തിക സോഴ്സുകൾ കണ്ടെത്തിയിട്ട് മാത്രം പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടിയിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ സന്ദർശനത്തിനൊക്കെയാണ് പോകുന്നതെങ്കിൽ, പഠിക്കാനൊക്കെയാണ് പോകുന്നതെങ്കിൽ സാമ്പത്തിക സ്രോതസ് ഉറപ്പുവരുത്തിയിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം ഈ ചിലവുകൾ നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല എന്നുള്ളതാണ് ഈ മാസം ഇവർക്ക് നേരിടാനിടയുള്ള ഒരു കാര്യം. അപ്പം അതാണ് മകനക്ഷത്രത്തിൻ്റെ സാമാന്യ ഫലം. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തു നിന്നും ധനം വന്നു ചേരാൻ ഇടയുള്ള കാലമാണ്. കുടുംബത്തിൻ്റെ പിന്തുണ കുറയുന്ന ഒരു സമയവുമാണ്. വ്യാപാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറേ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും. വ്യാപാരം ഒന്ന് ഉണർന്നു വരും.
പക്ഷേ ചെലവ് ചുരുക്കാനുള്ള ശ്രമം പരാജയപ്പെടും. ചെലവ് വർദ്ധിച്ച് വരും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സ്ഥലമാറ്റത്തിന് സാധ്യതയുണ്ട്. പ്രൊമോഷനോടുകൂടിയ സ്ഥലമാറ്റമാകാം. കച്ചവടമൊക്കെ വിപുലീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പല എതിർപ്പുകളും നേരിടേണ്ടി വരുന്ന കാലഘട്ടമാണ്. ഈ സമയത്ത് തൊഴിൽ മാറുന്നത് ഈ കർക്കിടക മാസത്തിൽ നിലവിലുള്ള ജോലി മാറി മറ്റൊന്ന് സ്വീകരിക്കുന്നത് അത്ര അഭികാമ്യമല്ല. ഒരല്പം കാത്തിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വിവാഹ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും. കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തലമുറകൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കുടുംബത്തിൽ അനുഭവപ്പെടും. ഒരല്പം മാനസിക വിഷമമൊക്കെ അതുകൊണ്ട് ഉണ്ടായേക്കാം. കൃഷി അത്ര ലാഭകരമാകണമെന്നില്ല. പുണ്യസ്ഥലങ്ങളോ ദേവാലയങ്ങളോ ഒക്കെ സന്ദർശിക്കാനുള്ള യോഗമുണ്ട്. വാഹന ഉപയോഗം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സമയവുമാണ്. പിന്നെന്താണ്, പഠനം തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കുട്ടികൾ മുന്നോട്ട് പോകണം. പഠനത്തിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പല അബദ്ധങ്ങളും സംഭവിക്കാം പരീക്ഷയൊക്കെ എഴുതുമ്പോൾ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊരു ചെറിയൊരു പ്രശ്നം വരാനിടയുള്ളത് കൊണ്ട് തന്നെ പൂര നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോഴും ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയുന്ന പോലെ നാക്ക് വഴിച്ച് പോലും ചിലപ്പോൾ ഒരു ആൻസർ തെറ്റിപ്പോകാം. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് പുതിയ മുതൽ മുടക്കുകൾ ഉള്ള സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. വ്യാപാരത്തിലും അതുപോലെ തന്നെ കൂട്ടായ പ്രവർത്തനത്തിലുമൊക്കെ സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാകും. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നമ്മളെ സഹായിക്കാനായിട്ട് ധാരാളം ആളുകൾ വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈസി ആയിട്ട് ഉപരിപഠനത്തിന് പ്രവേശനം കിട്ടുകയില്ല. ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് ഒരല്പം തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ സാമ്പത്തികമായ ചെലവ് വർധനയൊക്കെ ഉണ്ടായേക്കാം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഭേദമാണ് അവസ്ഥ. കാരണം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 6-ലാണല്ലോ ശനി. 6-ൽ ശനി എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കന്നിക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക്, അതായത് ഉത്തരം മുക്കാൽ ഭാഗത്തിൽ അവസാന മുക്കാൽ ഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് കുറച്ചുകൂടെ ഗുണകരമാകും. കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടം, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ആദായം ഉണ്ടാകും. ഷെയർ മാർക്കറ്റിൽ നേരത്തെ നിക്ഷേപിച്ചിരുന്നത് ഇപ്പോൾ സാമാന്യം നല്ല ലാഭം കിട്ടാനായിട്ട് ഇടയുണ്ട്. പുതിയ വാഹനം വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് ഉദ്യോഗത്തിൽ ചുമതലകൾ വളരെ വർദ്ധിക്കുകയും ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുകയും ചെയ്യും. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടും, എങ്കിലും പ്രൊമോഷനോട് കൂടിയ ഉത്തരവാദിത്ത വർധനയായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ശമ്പള വർധനവിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇരുകൂറിലും പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് ജോലിഭാരം അല്പം കൂടുന്ന സമയമാണ്. ഓഫീസിൽ സഹപ്രവർത്തകരിൽ നിന്നും അത്ര പൂർണ്ണ സഹകരണമൊന്നും കിട്ടാൻ ഇടയുള്ള സമയമല്ല. അതിനെപ്പറ്റി ഓർത്ത് മനപ്രയാസപ്പെടേണ്ട. ഈ കാലത്ത് അങ്ങനെയുള്ള ചില എതിർപ്പുകളും ചെറിയ കളിയാക്കലുകളോ ഒറ്റപ്പെടുത്തൽ പോലെയൊക്കെ തോന്നിയേക്കാം. അത് ഈ മാസത്തെ ഒരു പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കുക. ഇത് കഴിയുമ്പോൾ അതങ്ങ് മാറുന്നതാണ്. പിന്നെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ്. പല പുതിയ പദ്ധതികളും വിജയിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഉത്സാഹം കിട്ടും. പിന്നെ മാതാപിതാക്കളോടൊപ്പം ജീവിക്കാനുള്ള അല്ലെ യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. വ്യാപാര മേഖലയിൽ നിന്നും സാമാന്യം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. കന്നിക്കൂറുകാർക്ക് പ്രത്യേകിച്ച്. കന്നിക്കൂറുകാർക്ക് കൃഷിയിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ആദായത്തിന് സാധ്യത ഉണ്ട്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രം കന്നി രാശിയിലാണ് വരുന്നത്, കന്നിക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അവർക്ക് സാമാന്യം നല്ല സമയമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് 6-ലാണ് ശനി സഞ്ചരിക്കുന്നത്. 7-ൽ രാഹു, അങ്ങനെ ഉള്ള ഗ്രഹനില വരുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഈ സമയത്ത് സാധിച്ചു കിട്ടുന്നതാണ്. രാഹു ചില സ്ഥാനങ്ങളിൽ നിന്നാൽ കുറച്ച് സാമ്പത്തിക ലാഭമൊക്കെ കൊടുക്കും എന്നുള്ളതാണ് വേറൊരു രസം. ചില മാനസിക പ്രയാസങ്ങളും കൊടുക്കും. സർക്കാരിൽ നിന്ന് മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ലൈസൻസ്, കട തുടങ്ങാനുള്ള രേഖകൾ, രജിസ്ട്രേഷൻ സംബന്ധിച്ച രേഖകൾ, ഇതൊക്കെ കിട്ടാനായിട്ട് ഇടയുള്ള കാലമാണ്.
ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റാൻ സാധിക്കും. സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് സാമാന്യം ഗുണകരമായൊരു സമയമാണ്. ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. പുതിയ ഒരു മേഖലയിൽ കൂടെ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും. കുടുംബാന്തരീക്ഷം സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്ന കാലമാണ്. മക്കളിൽ നിന്നും നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങളിലും രോഗികളെ ശുശ്രൂഷിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ മേലധികാരികളുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ സാധിക്കുന്ന ഒരു മാസമാണ്. ദുഷ്പ്രചരണങ്ങളൊക്കെ ചെറിയൊരു അളവിൽ നേരിടേണ്ടി വരും. പക്ഷേ ആരും അത് വിശ്വസിക്കുകയൊന്നുമില്ല. ചില ശത്രുക്കളുടെ ചെറിയ ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും നമ്മൾക്ക് അതിനെയെല്ലാം തരണം ചെയ്ത് ധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് പോകാനായിട്ട് ഈ മാസം സാധിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഔദ്യോഗികമായിട്ട് ചുമതല വർദ്ധിക്കുന്ന കാലമാണ്. എങ്കിലും ആ ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കും. ചിത്തിര നക്ഷത്രം വരുന്നത് കന്നിക്കൂറിലും തുലാക്കൂറിലുമായിട്ടാണ്. അതുപോലെ തന്നെ ഈ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. സാമൂഹ്യ പ്രവർത്തകരൊക്കെയാണെങ്കിൽ നാട്ടിലെ പല പ്രശ്നങ്ങളിൽ ഇടപെട്ട് മധ്യസ്ഥത വഹിച്ച് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ വ്യാപാരത്തിൽ നിന്നോ ഒക്കെ ധനലാഭം ഉണ്ടാകുന്നതാണ്. കരാർ ജോലികൾ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. പുതിയ അവസരങ്ങൾ എപ്പോഴും തുറന്നിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചിരിക്കണം. ജോലിയാണെങ്കിലും വ്യാപാരമാണെങ്കിലും പുതിയ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഡീൽസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം, ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം, മതപരമായ കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ്. പിന്നെ വീട് വിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥ പലപ്പോഴും നേരിടേണ്ടി വരാം. കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരാം. ആരോഗ്യപരമായിട്ട് കരുതൽ വേണ്ട സമയമാണ്. ചില രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും നമ്മളൊരു ഒരു നീതിയുടെ ഭാഗത്ത് നിന്ന് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിഞ്ഞ് ശരി ഇതാണ് എന്ന് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ളൊരു തൻ്റേടം നമുക്ക് ഉണ്ടാകും. കരാറ് ജോലികൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കും. അതിൽ നിന്ന് സാമാന്യ ലാഭം കിട്ടുന്ന കാലവുമാണ്. പക്ഷേ സർക്കാരിൽ നിന്നുള്ള ബില്ലുകളൊക്കെ കിട്ടാനായിട്ട് ചെറിയ താമസം വന്നേക്കാം. എങ്കിലും ധനം ലഭിക്കും. ധനനഷ്ടം ഉണ്ടാകുകയില്ല. ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതാണ്. ബന്ധുക്കളുമായിട്ട് ഒക്കെ യാത്ര ചെയ്യാനും ദേവാലയ ദർശനത്തിനുമൊക്കെ യോഗമുണ്ട്. അടുത്ത ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് 8ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, അഷ്ടമ വ്യാഴം. അതുപോലെ തന്നെ 8ലാണ് ചൊവ്വ. അപ്പം അഷ്ടമ വ്യാഴം എന്ന് പറയുന്നത് വ്യാഴത്തിന് 8ാം ഭാവം അത്ര ഗുണകരമല്ല. ചൊവ്വ 8 അത്ര തന്നെ ദോഷമല്ല എങ്കിൽ പോലും കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കും. കുറച്ച് ഗുണങ്ങളും ചെയ്യും. 10 സൂര്യൻ അനുകൂലമായിരിക്കും. അപ്പം വ്യാപാര കാര്യങ്ങളിലൊക്കെ ഗുണകരമായിരിക്കും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഉദ്യോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. തൊഴിൽ മേഖലയിലുണ്ടാകുന്ന പ്രതികൂലാവസ്ഥകളൊക്കെ തരണം ചെയ്യാൻ പറ്റും. നമ്മുടെ ഔദ്യോഗിക ചുമതലകളിൽ ഉണ്ടായിരുന്ന സമ്മർദ്ദം കുറച്ച് കുറയും. പിന്നെ ഈ സഹോദരങ്ങളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സമയത്ത് ഉണ്ടായേക്കാം. കുടുംബ വസ്തു വിൽക്കാനൊക്കെ നോക്കിയാൽ തടസ്സപ്പെട്ടേക്കാം. പ്രണയബന്ധത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനിടയുള്ള സമയമാണ്. പക്ഷെ ബുധശുക്രന്മാർ അനുകൂലമാണ് ഈ മാസം കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ബുധ ശുക്ര സ്ഥിതി അനുകൂലമാകുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ അനുകൂലമായ ഒരു അവസ്ഥ ആ സമയത്ത് സംജാതമാകുന്നതാണ്. അപ്പം മാസത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ പിരിമുറുക്കങ്ങളും സാമ്പത്തിക ടൈറ്റൊക്കെ ഉണ്ടായാലും, സാമ്പത്തികം ഇല്ല എന്നല്ല, ദാരിദ്ര്യം ഉണ്ടാകുകയില്ല, ചെറിയ ടൈറ്റൊക്കെ വരാം. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയും മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ. മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പിന്നെ മേലധികാരികളൊക്കെ നമ്മുടെ പ്രവർത്തനത്തെ അംഗീകരിക്കും. നമുക്ക് സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പം സർക്കാരിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും
നമുക്ക് തന്നെ ആ മേഖല കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഒരു ടീം ലീഡർ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ദേവാലയ ദർശനം നടത്താനായിട്ട് യോഗമുണ്ട്. എല്ലാ മതക്കാർക്കും ആത്മീയ ചിന്തകളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സമൂഹത്തിന് ഗുണകരമായ പല കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ അത് ചെയ്യാനായിട്ട് സാധിക്കും. സ്വാർത്ഥത കുറയും. മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഈ സമയത്ത് ചോദ്യ നക്ഷത്രക്കാർക്കുണ്ടാകും. അതവർക്ക് ഗുണകരമാകും. സമൂഹത്തിൽ കുറേ അംഗീകാരമൊക്കെ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അടുത്തത് വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. തുലാക്കൂറിലും വൃശ്ചികക്കൂറിലുമായിട്ടാണ് വരുന്നത്. നമ്മുടെ വാഗ്ദാനങ്ങൾ പലതും പാലിക്കാൻ പറ്റാതെ ഒരു മനപ്രയാസം അനുഭവപ്പെട്ടേക്കാം. ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി തേടുന്നവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്നത് കൊണ്ട് അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം, സമ്മർദ്ദം തോന്നിയേക്കാം. പിന്നെ എപ്പോഴും ഒരു മിതവാദിയായിട്ട് പോകാനായിരിക്കും ഈ സമയത്ത് ഇഷ്ടപ്പെടുന്നത്. ഉറച്ച തീരുമാനങ്ങൾ പല കാര്യങ്ങളിലും എടുക്കും. എടുത്ത തീരുമാനങ്ങൾ മാറ്റാനായിട്ട് മടിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ചില തീരുമാനങ്ങളൊന്നും മാറ്റേണ്ടതായിരുന്നു എന്ന്. പക്ഷെ അപ്പോഴത്തേക്കും കാലം കഴിയും. എന്നാൽ ഈ മാസം അത്ര ദോഷകരമല്ല. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടുന്നതാണ്. മക്കളുടെ പഠനമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതാണ്. കുടുംബ കാര്യങ്ങളിലൊക്കെ ഗുണകരമായ അവസ്ഥ ഉണ്ടാകുന്നതാണ്. പക്ഷേ പങ്കാളികൾ തമ്മിൽ, അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ 2 സ്ഥലത്തായിട്ട് നിൽക്കേണ്ട അവസ്ഥ ചോദ്യ നക്ഷത്രക്കാർക്കും ഉണ്ടായേക്കാം. സാമ്പത്തികമായിട്ട് അത്ര മോശമല്ല. പക്ഷേ 2 പേർക്കും 2 സ്ഥലത്ത് ജോലിയാകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രായമായ അച്ഛനമ്മമാരെയോ വല്ലതും നോക്കാനായിട്ട് മാറി നിൽക്കുന്നതുകൊണ്ടോ, ഏതായാലും ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ മക്കളുടെ കൂടെ നിൽക്കേണ്ടി വരുന്നത് കൊണ്ടോ ഒക്കെ 2 വീട്ടിലായിട്ട് കഴിയേണ്ട ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടായേക്കാം. അങ്ങനെ പോകുന്നത് കൊണ്ട് ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ളതും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വിശ്വസ്തരായ ആരെങ്കിലും മാത്രം ബിസിനസ് ഏൽപ്പിച്ചിട്ട് പോവുക. പിന്നെ വാഹനത്തിന് അറ്റകുറ്റപ്പണി വേണ്ടി വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് നേരിടേണ്ടി വന്നേക്കാം. അപ്പം ബിസിനസ്സിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊരു 2 മാസം മാറി നിന്നാലും അല്ലെങ്കിൽ 1 മാസം മാറി നിന്നാലും ആ ബിസിനസ് നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയ പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരാളിനെ ഏൽപ്പിക്കുക. പിന്നെ നമ്മുടെ പ്രതികരണം വളരെ സൂക്ഷിച്ച് വേണം. ഏതൊരു സന്ദർഭത്തിനോടും പ്രതികരിക്കുന്നത് ആലോചിച്ചും വാക്കുകൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടും വേണം. ഇല്ലെങ്കിൽ അത് അബദ്ധം ആകാം, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാം. പിന്നെ വിതരണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, റീറ്റെയിൽ മേഖലയിലോ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. പിന്നെ മറ്റൊരു നാട്ടിൽ പോയി ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗവും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം എന്ന് പറയുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഉത്തരവാദിത്തങ്ങൾ ധാരാളമായിട്ട് ഏറ്റെടുക്കേണ്ടി വരും. എങ്കിലും അതെല്ലാം കാര്യക്ഷമമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കും. മിക്കവാറും അത് വിജയിക്കാനും കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ മേലധികാരികളിൽ നിന്നും കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്നൊക്കെ അനുമോദനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മനസ്സിൽ നല്ല പ്ലാനിങ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ പല കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് വ്യാപാര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചൊരു മാന്ദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ആ വ്യാപാരം പക്ഷേ നല്ല രീതിയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. സാമ്പത്തികമായ അച്ചടക്കം കൃത്യമായിട്ട് പാലിക്കണം. കൃത്യമായിട്ട് കണക്കുകളും രസീതുകളും എഗ്രിമെൻറ്റുകളും ഒക്കെ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് മറ്റുള്ളവർ കടം വാങ്ങിയ പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് സാധനം വാങ്ങിയതിൻ്റെ കിട്ടാനുള്ള പൈസയൊക്കെ കൃത്യസമയത്ത് വാങ്ങിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ അതിന് കാലതാമസം വരുത്തുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വിദേശ യാത്രയ്ക്കൊക്കെ യോഗമുള്ള കാലമാണ്. അതിനുള്ള പണമൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ സുഹൃത്തുക്കളിൽ തന്നെ ചിലർ നമ്മളെ മുതലെടുക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. പ്രണയബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. സമ്മർദ്ദങ്ങളിൽ പരാജയപ്പെടാതെ അത് കാര്യക്ഷമമായിട്ട് തന്നെ നേരിടാനുള്ള ഒരു ധൈര്യവും മനധൈര്യവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. നല്ല പ്രാർത്ഥനയോടെ എല്ലാ കാര്യവും ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഈ സമയത്ത് കിട്ടുന്നതാണ്.
അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറിലാണ് വരുന്നത്. അവർക്ക് യാത്രകൾ ചെയ്യാനുള്ള യോഗമുണ്ട്. യാത്രകൾ ഗുണകരമായിട്ട് തന്നെ ഭവിക്കുന്നതാണ്. വിദേശത്ത് കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് വരാനുള്ള യോഗം ഉണ്ടാകും. പിന്നെ സഹപ്രവർത്തകരുമായിട്ട് സഹകരിച്ച് പല കാര്യങ്ങളും ജോലിയിലാണെങ്കിലും വ്യാപാരത്തിലാണെങ്കിലും അത് വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പുതുമയുള്ള സംരംഭങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ആരംഭിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും നീതിപൂർവമായ കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് എല്ലാവരെയും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. സ്വന്തം രീതിയിലും അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ. കൂടുതൽ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സമയത്തുണ്ടാകും. വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയണമെന്നില്ല, എങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ കൂട്ടുകച്ചവടത്തിലൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണമെന്നില്ല. പക്ഷെ ഒറ്റയ്ക്കുള്ള കാര്യങ്ങളിൽ വളരെ വിജയിക്കാനും സാധിക്കും. മറ്റ് കാര്യങ്ങളിൽ സാമൂഹിക പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിലോ ഒക്കെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ പലരും ഷെയർ ഇട്ട് തുടങ്ങുന്ന ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ പ്രവർത്തിക്കുക, സുഹൃത്തുക്കളുടെ സഹകരണം എടുക്കുക. പിന്നെ വിദേശത്തു നിന്നും തിരിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജോലി കിട്ടുകയും ചെയ്യും. സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ആദരവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ഏജൻസി, കമ്മീഷൻ തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് ഈ സമയം ഗുണകരമാകുന്നതാണ്. നേരത്തെ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും, നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാനായിട്ട് ഈ സമയത്ത് സാധിക്കുന്നതാണ്. ഇതാണ് നമുക്ക് മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലമായിട്ട് പറയാനുള്ളത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജ്യോതിഷത്തിൽ താല്പര്യമുള്ള നിങ്ങളുടെ പരിചയക്കാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.